ഹായ് കുട്ടികളെ. സോ ഇന്നത്തെ നമ്മുടെ ജെം സ്റ്റോൺസിൻ്റെ സെക്കൻഡ് പാർട്ട് 2 ആണ് ചെയ്യുന്നത്. എനിക്ക് കുറച്ച് തിരക്കായിരുന്നു, അതാണ് ലേറ്റ് ആയത്. അപ്പോൾ ഇന്നലെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എത്ര ബിസിയിലായാലും ഞാനത് ചെയ്യാണ്. ഇവിടെ പുറത്ത് മഴയൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡ് സ്കോട്ട്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തോന്നണം. സോ റോഡ് സ്കോട്ട്സ് പറയാൻ നമുക്കറിയാം, നമ്മുടെ റിലേഷൻഷിപ്പ് ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാനും അതുപോലെ ഫോർഗിവ്നെസ് ചെയ്യുന്നവർക്ക് ഒന്നുകൂടി അത് സ്മൂത്തായിട്ട് പോകാനും, അതുപോലെ അത് പെൻഡൻ്റായിട്ടും ചെയിനായിട്ടൊക്കെ ഉണ്ട് റോഡ് സ്കോട്ട്സ്. നമുക്കത് മെയിൻലി ലെഫ്റ്റ് ഹാൻഡിലാണ് അത് വെയർ ചെയ്യുന്നത് നല്ലത്. ഓക്കെ, റോഡ് സ്കോട്ട്സ് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ്, നമ്മുടെ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ ലവ്, ഇതിനാണ് മെയിനായിട്ട് റോഡ് സ്കോട്ട്സ് നമ്മൾ ഇടുന്നത്. അത് മെയിൻലി എല്ലാവർക്കും അറിയാൻ തോന്നുന്നുണ്ട് ഈ പേര്, റോഡ് സ്കോട്ട്സ്. റോസ് കളറുള്ള ഒരു ബ്രേസ്ലെറ്റ്സ് ആണത്. ഓക്കെ, അതുപോലെ പിന്നെ പറയുന്നത് വെച്ചാൽ റെഡ് ജാസ്പർ ഉണ്ട്. മെയിൻലി മാരേജ്, സിംഗിൾസ്, ഇപ്പോൾ കല്യാണം കഴിയാത്തവരുണ്ട്, മാരേജ് നോക്കുന്നുണ്ടെങ്കിൽ മെയിൻലി ജെൻസിനാണത് കൂടുതലും റെഡ് ജാസ്പർ വെയർ ചെയ്യുന്നത്. വളരെ നല്ലതാണ്, മാരേജിലൊക്കെ നല്ലതാണ്. അത് വെയർ ചെയ്യേണ്ടത് മീൻസ് ധരിക്കേണ്ടത് റൈറ്റ് ഹാൻഡിലാണ്. ഓക്കെ, റെഡ് ജാസ്പർ റൈറ്റ് ഹാൻഡിലാണ്. കല്യാണം കഴിയാത്ത അവർക്ക് മാരേജ് നല്ല രീതിയിൽ നടക്കാനും ഫാസ്റ്റായി നടക്കാനും റെഡ് ജാസ്പർ വളരെ നല്ലതാണ്. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസിഡോണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോൺ ഉണ്ട്. അതൊരു ബ്ലൂ ഒപ്പേക്ക് കളറാണ്, കുറച്ച് ലൈറ്റ് ബ്ലൂ ഒപ്പേക്ക് കളറാണ്. മെയിനായിട്ട് സ്ട്രെസ്സ് കുറയ്ക്കാനും നല്ല കാമാവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റോൺ യൂസ് ചെയ്യുന്നത്. ആൻഡ് അതൊരു ലെഫ്റ്റ് ഹാൻഡിലാണ് നമ്മൾ കൂടുതലായിട്ടത് വെയർ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെയെന്ന് പറയുന്നത് റൂട്ടിലേറ്റഡ് ആയിട്ടുള്ള ക്വാർട്സ് എന്നാണ്. അത് കുറച്ച് എക്സ്പെൻസീവ് ഒക്കെ തന്നെയാണ്, പക്ഷേ മെയിനായിട്ടും അത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് തരുന്നതാണ്. ഇപ്പോൾ കുറച്ച് ഏജ് ഉള്ളവർക്കാണ്, അല്ലെങ്കിൽ മീൻസ് നമ്മുടെ ഈ ഒരു ഏജിൽ നമുക്ക് ഒരു ആൻറ്റി മീൻസ് ഏജിങ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂത്തിലേക്ക്, ചെറുപ്പത്തിലേക്ക് ആ ഒരു പിങ്ക് ഗ്ലോ ഒക്കെ കിട്ടാനും നമുക്ക് റൂട്ടിലേറ്റഡ് ക്വാർട്സ് എന്ന സ്റ്റോൺസ് ഇടുന്നത് നല്ലതാണ്. കുറച്ച് റേറ്റ് ഉണ്ടായിരിക്കും, പക്ഷേ അത് നോക്കണം, റേറ്റ് ഉള്ളത് ആണ് നിങ്ങൾ കൂടുതലും പർച്ചേസ് ചെയ്യേണ്ടത്. ബിക്കോസ് അത് അതിൻ്റെ ഒറിജിനലായിട്ട് ഉള്ളതായിരിക്കും, ക്ലെൻസ് ചെയ്തിട്ടൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞാനാണെങ്കിൽ എന്നിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഞാനത് ക്ലെൻസ് ചെയ്ത് 3 days ക്ലെൻസ് ചെയ്തിട്ടാണ് ഞാൻ അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, ഏത് സ്റ്റോൺസ് ആണെങ്കിലും. അടുത്തത് ഹെമലൈറ്റ് ആണ്. അത് 2 തരത്തിലുണ്ട്, മാഗ്നറ്റിക് ആയിട്ടും നോൺ മാഗ്നറ്റിക് ആയിട്ടും ഉണ്ട്. മാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലുണ്ട്. ഞാൻ ഫോട്ടോസ് ഞാനതിലിടാം. മെയിനായിട്ട് ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് അതിനാണ് മെയിനായിട്ട് ഇത് ധരിക്കുന്നത്. അതുപോലെ ഹെൽത്തിനും നമ്മുടെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസസ് ഉണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് പോകാനും, ഈ PCOD ഒക്കെ ഉള്ളവരും അല്ലെങ്കിൽ സ്ത്രീകൾ റെപ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്ലഡ് പ്യൂരിഫിക്കേഷനും പീരീഡ്സ് സംബന്ധമായിട്ട് എന്തെങ്കിലും മീൻസ് ഇഷ്യൂസസ് ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോൺ ഹെമലൈറ്റ് ഇടുന്നത് ഒന്നുകൂടി നല്ലതായിരിക്കും. ഹെമലൈറ്റ് ഒന്നുകൂടി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ ഒരു സ്റ്റോൺ പേര് അറിയാത്തതായിരിക്കാം. ഹെമ എന്ന് പറയുമ്പോൾ അയോൺ റിച്ച് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റോൺ നല്ലതാണ്. മെയിൻലി ബ്ലഡിൻ്റെ ഇഷ്യൂസസ് ഫേസ് ചെയ്യുന്നവർക്ക് ഈ ഒരു സ്റ്റോൺ ഇടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. നിങ്ങൾ ആരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കെയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബിക്കോസ് ആ ഒരു ഹോർമോണിനെയാണ് അത് മെയിനായിട്ട് എൻഹാൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻസ് പവർ കൂടാനും ഹെൽപ്പ് ചെയ്യും. നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒന്നുകൂടി അത് ആ പവറിൽ വരാനും, അതുപോലെ മാർക്കറ്റിംഗ് അങ്ങനത്തെ ബിസിനസ് മേഖലയിൽ പോകുന്നവർക്ക് ഒന്നുകൂടി നിങ്ങൾ പറയുന്ന കാര്യം മറ്റുള്ളവർ അട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ പറയുന്ന കാര്യം ഏറ്റെടുക്കാനൊക്കെ അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അത് എൻഹാൻസ് ചെയ്യാനും ഇപ്പോൾ ഈ മാർക്കറ്റിംഗ് ഫീൽഡുള്ളവർക്കൊക്കെ ഇടുന്നതും വളരെ നല്ലതായിരിക്കും. ഓക്കെ, നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കാനും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. മാനിഫെസ്റ്റേഷൻസ് പവർ കൂട്ടാനും ഈ ഒരു ഹെമലൈറ്റ് ബ്രേസ്ലെറ്റ്സ് നല്ലതായിരിക്കും. അതുപോലെ നെക്സ്റ്റ് സ്റ്റോൺ ടൈഗേഴ്സ് ഐ ആണ്. ടൈഗേഴ്സ് ഐ നന്നായിട്ട് മെസ്സേജസ് വരുന്നുണ്ട്, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ടൈഗേഴ്സ് ഐ എന്ന് പറയുന്നത് മെയിൻലി ജെൻസ് ഇടുന്നതാണ് ഒന്നുകൂടി ബെറ്റർ എന്ന് പറയാം. ഡൈനാമിക്സ് എന്ന് വെച്ചാൽ നമ്മളുടെ കരിയർ ഗ്രോത്തിനും ഭയങ്കര ഡിറ്റർമിനേഷൻസ്, ഭയങ്കര സ്ട്രോങ് ആറ്റിറ്റ്യൂഡ്. ടൈഗറിൻ്റെ കണ്ണ് കണ്ടിട്ടില്ലേ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു സ്റ്റോണിൻ്റെ കളറും. അപ്പോൾ ടൈഗേഴ്സ് ഐ എന്നാണ് മെയിൻലി പറയുന്നത്. നമ്മുടെ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ, ഇപ്പോൾ നമുക്ക് ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഡിവൈൻ മാസ്കുലിൻസിനൊക്കെ ആ സ്ട്രോങ് ആയിട്ടുള്ള ഡിസയേഴ്സ് ആഗ്രഹമുണ്ട്, അപ്പോൾ ആ ഒരു ചുവട് വയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റോൺസ് ഒക്കെ ഇടുമ്പോൾ ഒന്നുകൂടി നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ച കാര്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്ട്രോങ് ഡിസയറിലേക്ക് കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ടൈഗേഴ്സ് ഐ എന്ന് പറയുന്നത്. ഓക്കെ, ഡിറ്റർമിനേഷൻ എന്നൊക്കെ പറയാം, കരിയർ ബിൽഡ് ചെയ്യാനും വളരെ നല്ലതാണ്. പിന്നെ പറയുന്നത് കുറച്ച് ജെൻസിന് നല്ലതായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതായിട്ട് ബ്രേസ്ലെറ്റ്സ് ആണ്.
സ്ത്രീകൾക്കും ഇല്ല എന്നല്ല, എന്നാൽ ചില ബ്രേസ്ലെറ്റ്സ് ജെൻസിന് ഒന്നുകൂടി നന്നായിട്ട് പോകുന്നത് പറയുന്നുണ്ട്. ഞാൻ ഓരോ ഇതിനും ഏതിലാണ് ഇടുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്ന സ്റ്റോൺ എന്ന് പറയുന്നത് ജെയ്ഡാണ്, പച്ച കളറുള്ള ബ്രേസ്ലെറ്റ്. മെയിനായിട്ട് മൾട്ടി പർപ്പസാണ് ഈ ജെയ്ഡ് ബ്രേസ്ലെറ്റ്സ് എന്ന് പറയുന്നത്. വിസ്ഡം, സോളിൽ വിസ്ഡം കൂട്ടാനും വെൽത്തിനും ഹെൽത്തിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ 3 കാര്യങ്ങളും വേണവർക്ക് ഈ ജെയ്ഡ് ബ്രേസ്ലെറ്റ്സ് ആയിരിക്കും ഒന്നുകൂടി നല്ലതായിരിക്കാം. ഓക്കെ. പിന്നെ നെക്സ്റ്റ് സ്റ്റോൺ എന്ന് പറയുന്നത് ബ്ലൂ ഒബ്സിഡിയൻ ഉണ്ട്, അല്ലെങ്കിൽ ഗ്രീൻ ഒബ്സിഡിയൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് സെൽഫ് കോൺഫിഡൻസ് കൂട്ടാനും ഈ ഭയങ്കരമായിട്ട് ആങ്സൈറ്റി ഉള്ളവരുണ്ട്. ഇപ്പോൾ ചിലവർ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ തന്നെ കുറേ പേര് മെസ്സേജ് ചെയ്യും ഭയങ്കര പേടിയാണ്, എന്ത് ചെയ്യണം, ഒരു ഭയങ്കര ആങ്സൈറ്റി, പേടി, കൺഫ്യൂഷനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ മീൻസ് ഈ ബ്ലൂ ഒബ്സിഡിയനോ അല്ലെങ്കിൽ ഗ്രീൻ ഒബ്സിഡിയൻ ബ്രേസ്ലെറ്റ്സ് ഇടുന്നത് വളരെ നല്ലതായിരിക്കും. ഭയങ്കരമായിട്ടൊരു സെൽഫ് എസ്റ്റീം, ഒരു ബൂസ്റ്റ്, നമുക്ക് തന്നെ ഒരു ബൂസ്റ്റപ്പ് ചെയ്യാനൊക്കെ ഒരു എനർജി വരുന്നത് ഫീൽ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റോൺ അല്ലെങ്കിൽ നെക്സ്റ്റ് ബ്രേസ്ലെറ്റ്സ് എന്ന് പറയുന്നത് മെലാക്കൈറ്റ് ആണ്. അത് മെയിനായിട്ട് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണ് മെയിൻലി യൂസ് ചെയ്യുക. സ്മൂത്ത് റിലേഷൻഷിപ്പായിട്ട് പോകുന്നത്. ഇപ്പോൾ ഈ മാരേജ്, ഇപ്പോൾ ന്യൂലി വെഡ് കപ്പിളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവരുടെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ ഒന്നുകൂടി സ്മൂത്ത് ഗോയിങ് ആവാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ മെലാക്കൈറ്റ് എന്ന ബ്രേസ്ലെറ്റ്സ് അല്ലെങ്കിൽ ആ സ്റ്റോൺസ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓക്കെ. പിന്നെയെന്ന് പറഞ്ഞാൽ ലാപ്പിസ് ലസൂലി എന്ന് പറയുന്ന സ്റ്റോൺ ഒന്നുകൂടിയും നമ്മൾ കൂടുതലും കേട്ടിട്ടുണ്ടായിരിക്കും. സ്പിരിച്വലി ഇൻവോൾവ് ആയ ആൾക്കാരാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഇതിന് യാങ് എനർജിയാണ് കൂട്ടുന്നത്, നമ്മുടെ യാങ് മാസ്കുലിൻ എനർജി എന്ന് പറയാം, അല്ലെങ്കിൽ ലക്ക് കൊണ്ടുവരുന്ന എനർജിയാണെന്ന് പറയാം. അതുമാത്രമല്ല നമ്മുടെ 10 ഭാഗത്തിൽ നിന്ന് 10 സൈഡിൽ നിന്ന് ലക്ക് കൊണ്ടുവരുന്നത് ലാപ്പിസ് ലസൂലി എന്ന് പറയുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബ്രേസ്ലെറ്റ്സ് ആണ്. ഓക്കെ. അപ്പോൾ സ്പിരിച്വലി ഇൻവോൾവ് ആയവർക്കും ഈ ഒരു ലാപ്പിസ് ലസൂലി ഇടുന്നതും നല്ലത്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇപ്പോൾ ഈ കുറേ ബ്രേസ്ലെറ്റ്സ് ഉണ്ട്, ഇപ്പോൾ ഒരു ബ്രേസ്ലെറ്റ്സ് അല്ലെങ്കിൽ ഓരോരോ ബ്രേസ്ലെറ്റ്സ് കൈമിടുമ്പോൾ അവർ തമ്മിൽ ക്ലാഷ് ആവുക എനർജീസ് എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമില്ല, എത്ര ഇട്ടാലും കുഴപ്പമില്ല, വൃസ്റ്റിൽ ആ ഒരു എനർജീസ് ആയിരിക്കും സർക്കുലേറ്റ് ചെയ്ത് പോവുക. ഓക്കെ. അങ്ങനെ ഇടുന്നത് കൊണ്ട് തെറ്റില്ല കേട്ടോ. പിന്നെ പറയുന്നത് ബ്ലാക്ക് ഒണിക്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ജെന്യുവിൻ ഫ്രണ്ട്ഷിപ്സ് എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്ഷിപ്സ് തന്നെ ചിലവർക്ക് കംപ്ലയിൻസ് ഉണ്ട്, നല്ലൊരു നമ്മൾ എത്ര ജെന്യുവനായിട്ട് അവരോട് പെരുമാറിയാലും അവർ നമ്മളോട് ജെന്യുവിനിറ്റി കാണിക്കുന്നില്ല, നമ്മൾ ഫേക്ക് ചെയ്യുന്ന പോലെ. അപ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്സും നല്ല സർക്കിൾസും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലാക്ക് ഓണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രിവെൻഷനും നല്ലതാണ്. പിന്നെ പിയാവോ ബ്രേസ്ലെറ്റ്സ് ഉണ്ട്. വെൽത്ത് ലക്കാണ് മെയിനായിട്ട്. അതിലൊരു കുഞ്ഞ്, അതിൽ ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൽ ക്വാർട്സ് മാത്രമായിരിക്കും, ആ സ്റ്റോൺസ് മാത്രമായിരിക്കും. പക്ഷെ പിയാവോ ബ്രേസ്ലെറ്റ്സ് ആണെങ്കിൽ ആ സ്റ്റോൺസിൻ്റെ ഇടയിൽ ഈ ഒരു ഫോട്ടോ കാണിക്കുന്ന പോലെ ആ ഒരു ഫേസ് ഉണ്ടായിരിക്കും. ഓക്കെ. അത് വെൽത്ത് ലക്കിനെയും പ്രോസ്പെറിറ്റി, എന്തെങ്കിലും നമുക്ക് സമ്പത്ത് വരുമ്പോൾ അത് നഷ്ടപ്പെട്ട് പോവാതിരിക്കാൻ, ഇപ്പോൾ വരുന്നത് വന്നുകൊണ്ട് മാത്രമല്ലല്ലോ, അതും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും ഈ പിയാവോ ഇത് ചൈനീസ് അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ബുദ്ധിസ്റ്റ് ആ ഒരു പേരാണ്, അതുകൊണ്ടാണ് അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ആ ബ്രേസ്ലെറ്റ്സ് വളരെ നല്ലതാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് കാണിക്കാം കേട്ടോ. ഓക്കെ. പിന്നെയെന്ന് പറഞ്ഞതിൻ്റെ ഗ്രീൻ കളറും ബ്രേസ്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ ഗ്രീൻ കളറിൽ മെയിൽസ് ആണെങ്കിൽ മെയിൻലി ഈ ഒരു ബ്രേസ്ലെറ്റ്സ് വിയർ ചെയ്യേണ്ട ലെഫ്റ്റിലും, ഫീമെയിലാണെങ്കിൽ റൈറ്റിലുമാണ്. അങ്ങനെയാണ് വെയർ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. ശരിക്കും ഓപ്പോസിറ്റ് ആയിട്ടാണ് മെയിൽ മാസ്കുലിൻസ് റൈറ്റ് സൈഡും ഫെമിനിൻ ലെഫ്റ്റ് സൈഡിലാണെന്ന് പറയാം. പക്ഷേ ഇതിൽ ഇങ്ങനെയാണ് വെയർ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ. അതുപോലെ ക്ലെൻസിങ്ങിന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ നിന്ന് വാങ്ങുമ്പോൾ ഞാൻ ക്ലെൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാം. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ക്ലെൻസ് ചെയ്യാൻ തോന്നുമ്പോൾ റണ്ണിങ് വാട്ടറിൽ നല്ല അരുവിയോ അങ്ങനെയൊക്കെ നല്ലൊരു നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൽ കൊണ്ടുവയ്ക്കുന്നതും അതിൽ വാഷ് ഓഫ് ചെയ്യാൻ നല്ലതാണ്. അതും അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുഞ്ഞൊരു ടംബ്ലറിൽ ഇടയ്ക്കൊരു 1 മന്തൊക്കെ കഴിയുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മുടെ ഈ ഒരു ക്രിസ്റ്റൽസോ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ്സോ എന്താണോ നിങ്ങൾ പർച്ചേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഡിപ്പ് ചെയ്ത് വെക്കും. 5 or 6 hours കഴിഞ്ഞിട്ട് പിന്നെ അത് എടുക്കുന്നതും നല്ലതാണ്. അതുപോലെ ചെറിയ സൺലൈറ്റൊക്കെ വരുമ്പോൾ, പാർഷ്യലായിട്ടുള്ള സൺലൈറ്റൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതും നല്ലത്. ബിക്കോസ് അതിൽ എനർജി ഉള്ളത് കൊണ്ട് അത് വർക്ക് ചെയ്യും. പിന്നെ നിങ്ങൾ ഈ ഒരു ക്രിസ്റ്റൽസ് ഇട്ടിട്ട് എനിക്ക് നല്ല നെഗറ്റീവായിട്ടുള്ള ഒരു പ്ലേസിലേക്കോ അല്ലെങ്കിൽ എനർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ പോകുമ്പോഴാണ് ചിലപ്പോൾ ആ ഒരു ബ്രേസ്ലെറ്റ്സ് പൊട്ടാനും അതിന് എന്തെങ്കിലും ഒരു കേടുപാടുകളും വരും. ബിക്കോസ് അതിലേക്ക് ആ എനർജി വരുമ്പോഴാണ്. പക്ഷെ മാക്സിമം ക്ലെൻസ് ചെയ്യും. പിന്നെ അതിനേക്കാളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഒരു ബ്രേസ്ലെറ്റ്സ് പൊട്ടാനും അങ്ങനെയൊക്കെ ചാൻസസ് വരിക. മാക്സിമം ഉണ്ടാവില്ല, പക്ഷെ ഞാൻ പറഞ്ഞതാണ്.
അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് വരണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ക്ലെൻസ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഓൾറെഡി ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഓർഡർ ചെയ്യുന്നതാണെങ്കിൽ ക്ലെൻസ് ചെയ്തിട്ടാണ് ഞാൻ അത് സെൻഡ് ചെയ്ത് തരിക. ഓക്കെ. സോ നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ്സോ കാര്യങ്ങളോ വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ടൈം പിടിക്കട്ടോ, 1 വീക്കോ ഇടയിൽ പിടിക്കും. കാരണം നമ്മൾ ബ്രേസ്ലെറ്റ്സ് പർച്ചേസ് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലെൻസ് ചെയ്യാൻ ഒരു 3 days ഞാൻ വെക്കും. അതൊന്നും ആവണ്ട. അപ്പോൾ അതിൻ്റേതിൽ സമയം നിങ്ങൾ രണ്ടുപേരും. പിന്നെ എല്ലാം ഒരു 500-നുള്ളിലായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അതിന് മുകളിൽ വരില്ല. ബിക്കോസ് ഒറിജിനൽ ആയിട്ടുള്ള സ്റ്റോൺസ് ആയിരിക്കും. ഓക്കെ. സോ താങ്ക് യു.